അമേരിക്കയും സൗദി അറേബ്യയും ആണവ കരാർ ഒപ്പിട്ടു. ഇത് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അമേരിക്ക ഇങ്ങോട്ട് സൗദി അറേബ്യയോട് ആവശ്യപ്പെട്ടിട്ടാണ് ഈ കരാർ ഒപ്പിട്ടത് എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഇറാനുമായി ബന്ധപ്പെട്ട യുദ്ധത്തിൽ സമഗ്രമായിരിക്കുന്ന അയച്ചുപണിയും ചുവരെഴുത്തും നടക്കുന്നു എന്ന് ഈ പടിഞ്ഞാറൻ മീഡിയകൾ കളിയാക്കുന്നതിൻ്റെ യാഥാർത്ഥ്യം എന്താണ് എന്ന് ഇപ്പോൾ വ്യക്തമായി എന്ന് ചുരുക്കം. ചെറിയ സംഭവങ്ങളൊന്നുമല്ല ആന്തരികമായിട്ട് നടക്കുന്നത്. ബാഹ്യമായ രീതിയിൽ റിപ്പോർട്ടുകളൊക്കെ നമ്മളെടുത്ത് പരിശോധിക്കുന്ന സമയത്ത് ഒരു കൃത്യമായിരിക്കുന്ന പലതും കാണാൻ വേണ്ടി സാധിക്കാതെ പോകുന്നു, സ്വാഭാവികം. എന്നാൽ ഇവിടെ നടക്കുന്ന സംഭവങ്ങൾ ചെറിയ സംഭവമൊന്നുമല്ല, വലിയ വലിയ സംഭവങ്ങളാണ്. അമേരിക്കയുടെ ഊർജ സെക്രട്ടറി ക്രിസ് റൈറ്റും സൗദി അറേബ്യയുടെ ഊർജ മന്ത്രി അബ്ദുൽ അസീസ് ബിൻ സൽമാനുമാണ് ഈ കരാറിൽ ഒപ്പിട്ടത്. ആണവോർജ പദ്ധതികൾ അടങ്ങുന്ന സംവിധാനം ഇതിൽ പറയുന്നുണ്ട്. ആണവോർജം ഉണ്ടാക്കുക എന്നുള്ളതല്ല എന്നതിൻ്റെ പരാമർശത്തോടൊപ്പം 30 വർഷത്തെ 1-2-3 എഗ്രിമെൻ്റ് ആണ് ഇത് എന്നും പറയപ്പെടുന്നു. അമേരിക്കൻ കമ്പനികൾക്ക് സൗദി അറേബ്യയിൽ റിയാക്ടർ നിർമ്മിക്കാനും സാങ്കേതിക വിദ്യയും ഇന്ധനവും നൽകാനും ഇതുമൂലം അവസരം ലഭിക്കും. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ധാരണയുടെ അടിസ്ഥാനത്തിൽ നീക്കുപോക്കുകൾ നടക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ഒരു കരാർ വ്യവസ്ഥ ഉണ്ടാക്കിയത് എന്ന് പറയുന്നു. ഇവിടെ രാഷ്ട്രീയപരമായ രീതിയിൽ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് എല്ലാ കാലത്തും ആണവായുധം ഉണ്ടാവുക എന്നുള്ളത് സൗദി അറേബ്യ അടക്കമുള്ള മുസ്ലിം രാജ്യങ്ങളുടെ ഒരു താല്പര്യവും ആഗ്രഹവുമാണ്. രാജ്യസുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട് ആണവ സാങ്കേതിക വിദ്യ അല്ലെങ്കിൽ ആണവോർജം കൈവശപ്പെടുത്തുക എന്നുള്ളത് നിർബന്ധമായിട്ടും ആവശ്യമാണ് എന്നുള്ളതും ഈ കാര്യത്തിൽ തങ്ങളുമായി തങ്ങളോട് സഹകരിക്കണമെന്നും സൗദി അറേബ്യയുടെ ഭരണസിരാ കേന്ദ്രത്തിലുള്ളവർ പല ഘട്ടങ്ങളിലായി അമേരിക്കയുടെ പ്രസിഡന്റുമാരോട് ആവശ്യപ്പെട്ടതാണ്. കാര്യം അമേരിക്കയുമായിട്ട് എല്ലാ കാലത്തും നല്ല ബന്ധം പുലർത്തുന്ന രാജ്യമാണ് സൗദി അറേബ്യ. മിഡിൽ ഈസ്റ്റിൻ്റെ രാഷ്ട്രീയ സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ ആണവായുധവുമായിട്ട് ബന്ധമുണ്ട് എന്നും അത് ചേർത്ത് ചെയ്യപ്പെടണം എന്നുമാണ് അവർ പറഞ്ഞത്. അത് സാധാരണഗതിയിൽ ആണവായുധം എന്ന് തുറന്ന് പറയില്ല, സമ്പുഷ്ട യുറേനിയം എന്നൊക്കെയാണ് പറയുക. സമ്പുഷ്ട യുറേനിയം വെച്ചാൽ വൈദ്യുതിയുമായി ബന്ധപ്പെട്ട കാര്യത്തിന് യുറേനിയം നിർബന്ധമായിട്ടും ആവശ്യമാണ്. അത് സമാധാന ആവശ്യത്തിനാണ്. അത് UN അംഗീകരിച്ചതാണ്. ലോക സമാധാന പ്രേമികളും അംഗീകരിച്ചതാണ്. മനുഷ്യ നിർമ്മിതമായിരിക്കുന്ന ആവശ്യത്തിന് വേണ്ടിയിട്ടോ അവർക്ക് ഉപകരിക്കുന്ന സംവിധാനത്തിന് വേണ്ടിയിട്ടോ ഈ പറയപ്പെട്ടത് ഉപയോഗിക്കുന്നത് കൊണ്ട് തെറ്റൊന്നുമില്ല. അതായത് സമ്പുഷ്ട യുറേനിയം ഉപയോഗിക്കൊണ്ട് തെറ്റൊന്നുമില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു കാര്യമാണ് ആവശ്യപ്പെട്ടത്. അതിന് അമേരിക്ക പറയുന്ന മറുപടിയുണ്ട്. അതും വളരെ ചിന്താപരമായിരിക്കുന്ന മറുപടിയായിട്ടാണ് കാണുന്നത്. ഒന്ന്, സമ്പുഷ്ട ആണവോർജ സംവിധാനം അല്ലെങ്കിൽ സമ്പുഷ്ട യുറേനിയം, ഈ യുറേനിയം നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട് കരണ്ടാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഏറ്റവും കൂടുതൽ പണം കുറഞ്ഞ രീതിയിൽ കരണ്ട് ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കുക പെട്രോളിയം ഉൽപ്പന്നങ്ങളിലൂടെയാണ്. ഡീസലോ പെട്രോളോ ഒക്കെ ഉൽപ്പാദിപ്പിച്ചിട്ടാണ് അല്ലെങ്കിൽ അതിലൂടെയാണ് ഏറ്റവും നല്ല കരണ്ട് ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കുക. താരതമ്യേന പണം കുറവാണ്. അറേബ്യൻ രാജ്യങ്ങൾ ഇഷ്ടം പോലെ ഡീസലും പെട്രോളും ഉണ്ട്. അതിലൂടെയാണ് അവർ കരണ്ട് ഉണ്ടാക്കുന്നത്. നമ്മുടെ നാട്ടിൽ വെള്ളം കൊണ്ട് കരണ്ട് ഉണ്ടാക്കുമ്പോൾ അവരുടെ രാജ്യത്ത് ഡീസൽ ഉപയോഗിച്ചുകൊണ്ടാണ് കരണ്ട് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഇവിടുത്തെ കരണ്ട് ഉപയോഗത്തിന് നമ്മൾ നൽകുന്ന പണത്തിൻ്റെ 1/4 മാത്രമേ അറേബ്യൻ രാജ്യങ്ങളിൽ കരണ്ടിൻ്റെ പണം കൊടുക്കേണ്ടതുള്ളൂ എന്നുള്ളതിൻ്റെ വിഷയം എന്ന് പറഞ്ഞാൽ ഉപയോഗത്തിന് അല്ലെങ്കിൽ നിർമ്മാണത്തിന് പണം കുറവാണ്. അപ്പോൾ പിന്നെ ഉപയോക്താക്കളോട് അത്ര പണം വാങ്ങിയാൽ മതി എന്നുള്ളതാണ്. 1974 അന്നത്തെ അമേരിക്കയുടെ പ്രസിഡൻ്റായിരുന്ന ജെറാൾഡ് ഫോർഡിനോട് അമേരിക്കയുടെ സൗദി അറേബ്യയുടെ പ്രിൻസ് ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചു. അതിലൊന്നാണ് സമാധാന ആണവ ആവശ്യത്തിന് യുറേനിയം നിർമ്മിക്കാൻ നിങ്ങൾ അനുവദിക്കണം. നിങ്ങൾക്കത് സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കാം. IAEA അന്ന് ഇല്ലാന്നാണ് തോന്നുന്നത്. അങ്ങനെയാണെങ്കിലും അന്താരാഷ്ട്ര സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പരിശോധിക്കാവുന്നതും ആ പരിശോധനയുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് നിലപാട് തീരുമാനം പറയാവുന്നതുമാണ്. എന്നാൽ ജെറാൾഡ് ആൾഫോർഡ് ഇത് റദ്ദ് ചെയ്തു. നിങ്ങൾ സുരക്ഷിതത്വവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിലാണ് ആശങ്ക എങ്കിൽ
സൗദി അറേബ്യ അടക്കമുള്ള അറേബ്യൻ രാജ്യങ്ങളുടെ സുരക്ഷിതത്വം അമേരിക്കയുടെ ഭാഗമാണ്. ഞങ്ങളത് വളരെ കൃത്യതയോടുകൂടി ചെയ്യും. നിങ്ങളതിൽ ഇടപെടേണ്ട കാര്യമില്ല. അപ്പോൾ സുരക്ഷിതത്വമായി. രണ്ടാമത്തത് കരണ്ടുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ്. കരണ്ടിന് നിങ്ങൾക്ക് നിങ്ങളുടെ രാജ്യത്ത് ഡീസലുണ്ട്, പെട്രോളിയമുണ്ട്. അതുകൊണ്ട് മറ്റ് രൂപത്തിൽ ഉണ്ടാക്കുന്ന കരണ്ടിനേക്കാൾ ചിലവ് കുറഞ്ഞ രീതിയിൽ നിർമ്മിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. അപ്പോൾ ആ ഭാഗം ക്ലിയറാണ്. ഇനി വേറെ എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിച്ചാൽ സ്വാഭാവികമായിട്ടില്ല എന്ന് പറയും. അറബ് ലീഗ് മീറ്റിംഗ് കൂടിയിട്ട് ഈ പറയപ്പെട്ട സൗദി അറേബ്യ, ഖത്തർ, ഒമാൻ, ബഹ്റൈൻ, UAE, കുവൈറ്റ് അടക്കമുള്ള രാജ്യങ്ങൾ ഏതെങ്കിലും ഒരു രാജ്യത്തിന് ആണവായുധ സംവിധാനങ്ങൾ നൽകണമെന്ന് സൗദി അറേബ്യ ആവശ്യപ്പെട്ടു. ഇതാണ് ഇതിലെ ഏറ്റവും പ്രധാനമായിരിക്കുന്ന കാതലായിരിക്കുന്ന വിഷയമെന്ന് പറയുന്നത്. പക്ഷേ അതിന് അമേരിക്ക പറഞ്ഞിരിക്കുന്ന മറുപടി, സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് നിങ്ങൾക്ക് ഭയപ്പാടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പൂർണ്ണമായിരിക്കുന്ന നിങ്ങളുടെ സംരക്ഷണം അമേരിക്ക ഏറ്റെടുക്കും. വൈദ്യുത നിലവുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ് നിങ്ങളെ അലട്ടുന്നതെങ്കിൽ, അങ്ങനെയാണ് പ്രശ്നമെങ്കിൽ നിങ്ങളുടെ പെട്രോളിയം ഉപയോഗിച്ചുകൊണ്ട് വൈദ്യുതിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നിർമ്മിക്കുകയും ചെയ്യാം. എന്നാൽ അങ്ങനെ പോയി നമ്മളിപ്പോൾ കുറേ അമേരിക്കയുടെ പ്രസിഡന്റുമാരെ എണ്ണി പറഞ്ഞു, ഒരു പ്രയോജനം ഉണ്ടായിട്ടില്ല. UN സഭയിൽ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രമേയം പോലും വന്നു, അമേരിക്ക അത് വീറ്റോ ചെയ്യുകയും ചെയ്തു. പറയുമ്പോൾ സഖ്യകക്ഷികളാണ്. 10-75 വർഷമോ അതിൽ കൂടുതലോ വലിയ ബന്ധം അമേരിക്കയും അല്ലെങ്കിൽ അറബ് രാജ്യങ്ങളും അമേരിക്കയും തമ്മിൽ എല്ലാ കാലത്തും കാത്തു സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. എന്നാൽ ഇപ്പോൾ രീതിക്ക് മാറ്റം വന്നു. അന്നത്തെ ഒരവസ്ഥയും ഇന്നത്തെ അവസ്ഥയും തമ്മിൽ താരതമ്യം ചെയ്യുന്ന സമയത്ത് അന്ന് ഏറ്റവും വലിയ അതികായകനായിട്ട് തന്നെ അമേരിക്ക ഉണ്ടായി. ആരും അങ്ങനെ വല്ലാതൊന്നും എതിർക്കാൻ വേണ്ടി ഇല്ലാത്ത രീതിയിലുള്ള സംവിധാനവും സാഹചര്യവുമായിരുന്നു. റഷ്യക്കും ചൈനക്കും പോലും അമേരിക്കയുമായി ഏറ്റുമുട്ടാനോ അമേരിക്കയെ ആക്രമിക്കാനോ താല്പര്യമുണ്ട് എന്ന് പറഞ്ഞതായി ഒരു രേഖയും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുകയില്ല. ഇറാനുമായിട്ട് യുദ്ധം തുടങ്ങിയ സമയത്ത് പിന്നെ ഇറാനും അമേരിക്കയും തമ്മിൽ നേരിട്ട് ഒരാക്രമണ രീതിയിലേക്ക് വന്നപ്പോൾ ഇറാൻ കൃത്യമായ രീതിയിൽ അമേരിക്ക എന്താണെന്നുള്ളതും അതിൻ്റെ സൈന്യശക്തി എത്ര ഉണ്ടെന്നുള്ളതും തങ്ങൾക്ക് എത്രത്തോളം കഴിവുണ്ട് എന്നതും കൃത്യമായ രീതിയിൽ മനസ്സിലാക്കി. ആ മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ആക്രമണ വീര്യങ്ങളും രീതികളുമാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. ഇതിൽ വല്ലാത്ത രീതിയിൽ ഭയപ്പാട് അമേരിക്കക്കുണ്ടായി. നിലനിൽപ്പ് വലിയ പ്രശ്നമായി. ഖത്തറിൽ നിന്ന് പിന്മാറാൻ വേണ്ടി തീരുമാനിച്ചു. ജോർദാനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇപ്പം തന്നെ ചെറിയ അസ്വാരസ്യങ്ങളുണ്ടായി. UAE ഭരണാധികാരികൾ ഔദ്യോഗികപരമായി തന്നെ തങ്ങളുടെ രാജ്യത്ത് നിന്ന് അമേരിക്കയുടെ സൈനികർ പിൻവലിക്കണം എന്ന് പറയപ്പെടുകയും ചെയ്തു. അത് പിന്നെ കൃത്യമായ രീതിയിലുള്ള റിപ്പോർട്ടായിട്ടൊന്നും പുറത്തു വന്നിട്ടില്ല. ആന്തരികമായ രീതിയിൽ വല്ലാത്ത രീതിയിൽ മുറിവേറ്റു അമേരിക്കക്ക്. നിലനിൽക്കാൻ പ്രയാസമാണ് എന്ന് അമേരിക്കക്കും ബോധ്യപ്പെട്ടു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഇറാനെതിരെ അമേരിക്ക ഏത് രീതിയിലുള്ള നടപടി സ്വീകരിച്ചാലും തങ്ങൾക്കൊപ്പം ലോകത്തൊരു രാജ്യം ഉണ്ടാവില്ലെന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അവരൊരു ചെറിയ നിലപാടിലേക്ക് എടുത്തു. ആ നിലപാട് എന്ന് പറഞ്ഞാൽ സൗദി അറേബ്യക്ക് അണുവായുധം നൽകുക, അല്ലെങ്കിൽ ആദ്യഘട്ടത്തിൽ അതുമായി ബന്ധപ്പെട്ട് ഈ വൈദ്യുതി കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് സമ്പുഷ്ട യുറേനിയം അല്ലെ യുറേനിയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിനുള്ള പെർമിഷൻ കൊടുക്കുക. അങ്ങനെ വേണമെങ്കിൽ അത് ഡെവലപ്പ് ചെയ്യാം, വിപുലീകരിക്കാം. യഥാർത്ഥത്തിൽ ആണവായുധത്തിൻ്റെ സാങ്കേതിക സംവിധാനങ്ങൾ എല്ലാം ചോർന്നു പോയിട്ടുണ്ട് എന്ന് പറയുന്നു. റഷ്യയുടെ ഭാഗത്തു നിന്ന് അതിൻ്റെ സാങ്കേതിക സംവിധാനം കിട്ടിയിട്ടാണ് ഇറാൻ അതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചത് എന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഫ്രാൻസിൻ്റെയോ അമേരിക്കയുടെയോ കൈവശത്തിൽ നിന്നാണ് ഇസ്രായേലിന് കിട്ടിയത് എന്ന് പറയുന്നു. ഇപ്പം അമേരിക്കയുടെ കൈവശത്തിൽ നിന്നാണ് പാകിസ്ഥാനിന് കിട്ടിയതെന്ന് പറയുന്നത്. വ്യത്യസ്തമാണ് ഈ അഭിപ്രായങ്ങളൊക്കെ. ഇതിനെല്ലാം ക്രോഡീകരിച്ചുകൊണ്ട് നിലനിൽക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ ക്രോഡീകരിച്ചുകൊണ്ട് രൂപത്തിലെത്തിക്കുക എന്നുള്ളത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രയാസമാണ്. ഇപ്പോൾ ഒമാനുമായിട്ട് യമനുമായി ബന്ധപ്പെട്ട വിഷയം ഉണ്ടായപ്പോൾ നേരിട്ട് കൊണ്ട് ആ വിഷയത്തിൽ ഇടപെടുന്നില്ലെന്ന് അമേരിക്ക പറഞ്ഞു. അങ്ങനെയാണ് സൗദി അറേബ്യയും UAE ആ വിഷയത്തിൽ ഇടപെടുന്നത്. ഹൂത്തികളുമായിട്ട് ബന്ധപ്പെട്ട ആഭ്യന്തര കലാപമാണ് ഉദ്ദേശിച്ചത്. അതേപോലെ തന്നെ നേരിട്ട് കൊണ്ട് ഇറാനെ ആക്രമിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിൽ അറേബ്യൻ രാജ്യങ്ങൾ കൊണ്ട് ആക്രമിപ്പിക്കുകയും പിന്തുണ അറിയിക്കുകയും ചെയ്യുന്നതാണ് ഉചിതം എന്ന് അമേരിക്ക മനസ്സിലാക്കുന്നു. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം, അതായത് ഈ സൗദി അറേബ്യയുമായിട്ട് സഹകരിക്കുക, അവർക്ക് ആണവായുധം പോലെയുള്ള സംവിധാനങ്ങൾക്ക് ഏത് രീതിയിലാണ് വേണ്ടത് അത് ചെയ്തു കൊടുക്കുക, അങ്ങനെ ഇറാൻ ഒറ്റപ്പെടുത്തുക, മേഖലയിൽ ഏറ്റവും വലിയ സൈനിക ശക്തിയുള്ള രാജ്യമായി സൗദി അറേബ്യയെ മാറ്റുക, അതിന് അമേരിക്ക പിന്തുണ നൽകുക. ഈ രീതിയിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ പോവുകയാണ്. എത്രത്തോളം വിജയിക്കുമെന്ന് പറയാനൊന്നും സാധിക്കുകയില്ലെങ്കിലും അതിൻ്റെ വലിയ രീതിയിലുള്ള ശ്രമങ്ങൾ അമേരിക്ക ആരംഭിച്ചിട്ടുണ്ട് എന്ന് തീർച്ചയായിട്ടും നമുക്ക് പറയാൻ വേണ്ടി സാധിക്കുന്നു. സൗദി അറേബ്യയെ സംബന്ധിച്ചിടത്തോളം ഈ അവസരം
കൃത്യമായ രീതിയിൽ അവർ ഉപയോഗിക്കുന്നു, അത് പ്രയോഗിക്കുന്നു എന്നുള്ള കാര്യത്തിലും സംശയമില്ല. കാര്യം എന്ന് പറഞ്ഞാൽ ഇത്രയും കാലം കിട്ടാക്കനിയായിരിക്കുന്ന ആണവായുധത്തിൻ്റെ അനുമതി കിട്ടി എന്നൊരു സന്തോഷം സൗദി അറേബ്യയുടെ മുഖത്തും പ്രകടമാണ് എന്നുകൂടി നമ്മൾക്ക് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് വായിച്ചെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്.